dileto piwanundam dogen unevun lo pisone lo fain Esraham melai ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നീജമൃതിയ ലിവർദ്ധൻ മൃതിയെ മേദിച്ചു ചോനെ അപ്പരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനെഴും ൃക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതൻ കൃപശൈ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കുറിയേലായി സോൻ കുറിയേ പൗലോ ശ്രീഹാധന്യൻ ചൊൽകേട്ടെ നീ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര
ശന്തോ ഭവസ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും വാഹായി പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് ഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുഭവിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്കും കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ! അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്ക് നിന്നാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആഹായി ബാറക്കുമോ. സ്തുതി ബലികളാണ് ചേറിടുവീൻ. കുൽക്കൂൻ Evangelion Gadisho Morane Shimeshigo Sparso Mayoni Somen Luco Savarono Dam Sabar Hae Furco Nalavalmo Sabino Gil Nandumrono Sed Moran Valogan Furco Dilane Shimeshigo Gadisto Mariam Colende Nokama Yesu Tambrani Pragar Marul Jedu Devarajanganu Maranam Prabhikata Chiller Ivide Nilkunnavarlundana Satyamaya Ninglo Parayuno E Vajanangal Kushesham Megadesham Metadu Sangarinye Shamavoneum Yakovineum Yohanane Gutikunda Yesu Tambran Prartikuan Verumalil Kaire on Prartikimbol Avende Mogabav Mari Vastrangal Velutta Telangayim Chedu Apol Randu Purushanmar Moshim Mediayum Tejasil Pratyaksharaye Avarod Samsarichundirinu Jerusalemil Nivartiyaguvanulla Vinde Niryanate Kurichana Avar Samsarichadu Shemavonum Kude Ullavaru Nidravaravullavarairundittum Avar Unarnirunnu Yesuvinte Tejasum Avide Ninnirunna Rendu Purushanmareയും കണ്ടു. അവർ രണ്ടുപേരും പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയപ്പോൾ ശമവോൻ യേശുവിനോട്, ഗുരോ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയായിക്കുമായി
3 കൂടാരം ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പറയുന്നത് എന്തെന്ന് അവന് തന്നെ അറിയാമായിരുന്നില്ല. അവൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു. മോശയും ഏലിയായും മേഘത്തിൽ പ്രവേശിച്ചതായി കണ്ട് അവർ ഭയപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ നിങ്ങൾ ശ്രദ്ധിക്കുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം മേഘത്തിൽ നിന്നുണ്ടാകുകയും ചെയ്തു. ആ ശബ്ദമുണ്ടായപ്പോൾ യേശു മാത്രമായി കാണപ്പെട്ടു. കണ്ട കാര്യം ആരോടും പറയാതെ ശിഷ്യന്മാർ രഹസ്യമായി വെച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. യാക്കോബും ചേർന്നു താബോർ മല കർത്താവേറി മൂശായേനീബോ മലയിൽ നിന്നും ദൈവാത്മജമുഖ കാന്തിയഹോ ഭാവം മുഖകാന്തിയഹോ ഭാവം മാറുകയും ശോഭനമായൊരു മേഘം വൻ അവരെ വേഗത്തിൽ ഹല്ലേലൂയ ചൂടുകയും ചെയ്തു. ബാറക്കുമോസ് അവൻഗാലോസ്. നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണവേ. ഉത്തമനാഥനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായും നൽകുകയും സ്വർഗാരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശ്വാസങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുകുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ ഏഴാർക്കും തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ എൻ്റെ സഹനത്തിൻ്റെ പാപങ്ങളും അയച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, എൻ്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിവുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ,
കർത്താവേ മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങൾ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ആമീൻ. ഈറയന്മാർക്കും മാലാകമാർക്കും അദൃശ്യനായിരിക്കുന്ന പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ ഏകപുത്രന്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധരുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കുകയും വിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ മരിച്ചു പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ലവൽമീ. കർത്താവിന്റെ ശുശ്രൂഷകളുടെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകനക്കാബേൽ ഹുസോയോദ് ഹൗബേവൽ ശൂക്കോനോദത്തോകെ പത്രായികുന്നോൽ മലവോലം വൽമീ. ആമീൻ. ഏനോ അബ്ദോമീലോ ആത്തോയോ ലാലോ ഹോനവനെ വിമാർ കാദീ ആബോ കാദീജോ ആമീൻ. കാദീസ് ബ്രോ കാദീജോ ആമീൻ. കാദീസ് റൂഹോയോ കാദീജോ തം കാദേസ് ഗുരുമോദ് കാത്തോയോ അബുദേക്കാദ്ഹോയം അല്ല വിശ്വാസാനല്ല വിശ്വാസോ ദാവോഹായിൻ ദാഹായിൻ വധറാവോനായി വധുമൽപോനായിൻ വധുഹാനീതായി വധുകുലഹോമഹൈന്നെ എൽദയിത്തോ കാദീസ്തോ ബത്രൈഹുന്നുൽ മേല ഓലം വൽമീ. ആമീൻ. വാർക്കുമോർ ദിവ്യജ്ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവൻ സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തോടും സകലത്താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവനസായ പ്രകാരം സ്രോതൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ
ദൈവമാതാവായ വിശുദ്ധമറിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിലറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്രോതത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതുമാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിമത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനും കൂടെ സ്തുതിക്കപ്പെടുന്നവനും നിവേന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിന് മാമോദീസ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഓർമ്മിനും വരുവാനെങ്കിൽ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയേതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം. പ്രിയരേ കരുണയുടെയും അലിവിന്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകദാനം പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധ ദിവ്യമായ ചുമതലത്താൽ ഓരോരുത്തരും അവരുടെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ ശിഷ്യന്മാരോ ഉദ്ധാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരേ നിങ്ങളിലെ ശ്ലോമോ പാടട്ടെ നാളും ലോകാന്ത്യത്തോളം കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദൈവമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമായുള്ളവേ, നിന്റെ തിരുവൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ
സമാധാനം പാലിക്കുന്നവർക്കുള്ള നിന്റെ തന്നെ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്ര ബലിമൂലനം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകലചരിക്കും പുണ്യപ്രവർത്തികളോടുള്ള പരീക്ഷയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ പാർക്കുമ്പോൾ സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിന്റെ നമ്മൾ ഉണ്ടാവയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകനാഥനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സമവാസവും എന്റെ വാത്സല്യമുള്ളവരെ ഞങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള നമ്മുടെ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. വിശ്വാസങ്ങളോടും സഭയാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായ ജനങ്ങളോട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ കാതീസ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ. ഉയരങ്ങളിൽ ഊശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ൂക്കാതെ വക്സോ തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേതൽ പോലം വൽമീ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു. ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുവിൻ.
ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപാമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. വൽഹായെ ദൽബോലം വൽമീ. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ ദോസേനോ. ഞങ്ങൾ താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും ഈ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹം ചെയ്യണമേ. ബാറക്കുമോർ, എൻ്റെ വാത്സല്യമുള്ളവരെയും ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദയതോന്നി എൻ്റെ മേൽ കരുണ ചൊരിയണമേ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമേ. ബാറക്കുമോ, ഇന്നും ഈ ആയുഷ്കാലം നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന് 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ വിശ്വസഭകളെയും ഏറ്റുപിരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താ നിൽക്കപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബൂന്മാ ഗ്നാത്തിയോസിനു വേണ്ടിയും ആബൂന്മാ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനായ ഈ പരിശുദ്ധ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായകൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യൈക്യപൂർത്തി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങൾ നീരസമായി മൗനമായിരിക്കരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാർക്കിമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെയും തയ്യാറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകലവർണ്ണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാരം വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചെറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. ബാറക്കുമോർ. ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവൻഗലിസ്റ്റന്മാരെയും സഹോദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മബ്ദാനായെയും ശിമാശന്മാർ പ്രധാനിയും സഹോദയന്മാർ മുമ്പനുമായ പരിശുദ്ധനും മൗത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലിഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെയും ശേഷം സകലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായാലും കുസ്തുനീനോ പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 അപ്പോസ്തലന്മാരെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സാദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവന്നാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്യോസും ഫീലക്സീനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെ വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടറിഞ്ഞ മേച്ചു സ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രികീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് പ്രധാനായും മാർ അബ്രഹീമും മാർ യാക്കോബും മാർ ഇസ്ഹാഖും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശിമോൻ ദസ്തനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും
അലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി ചേരുവാനിടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാൻ ഇടയാകരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഘോഷോ വൗക്കൂല സുബാൻ ബാറക്കുമോ രൂപയുടെയും സകലജടങ്ങളുടെയും ഉടയനായിരിക്കുന്ന പിതാവാൻ ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി നിത്യപ്രാവശ്യ വിശ്രമിച്ച് നിന്റെ അടുക്ക വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും രൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മേത്തൂലോസേ ഓഫിലാൻ വലഹൂൻ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ മരിച്ചു ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ അവരുടെ ദാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധാർവായോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഘോഷോ വകുല സുബാൻ തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകലതലമുറകൾ വരെ ലോകാലോകങ്ങളോളം സ്ഥിതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നഖവോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രക്ഷകനേ, നാൾ താപോറിൽ ഹാലേലൂയ ഹാലേലൂയ മിന്നലിലും മേഘങ്ങളിലും ബാറക്കുമോ കുറിയിലായിസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വാകളെയും മധുരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടവും വരുത്തുന്ന സകലത്തെ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലവൽ മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശ്രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ സകല കൃപകളും സകലാനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുല സുബാൻ ലവൽ മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തകവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്ത് സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ ഞങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാറക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. ലോകത്തെ സൃഷ്ടിച്ചുവെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ തിരുമേനിയുടെ അനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. മുതലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവങ്ങളേക പരിശുദ്ധമായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം. ആധാരേ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യാ നിൻവലമായി രാജഭാമിനിയോ നരകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യാ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും ബാറയ്ക്കുമോ ഓലം വാദാവുൽ ഓലം ഉൽമീനമീലുദീശോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ
പക്കലപേക്ഷയണയ്ക്കേണം സ്തൗമൻ കാലുസ്കുറിയേലായിസു മറിയാമിൻ സ്മരണ വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാറയ്ക്കുമോ ദിവാപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹിന്മേലൈനു ആധാരേ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ പോലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ ഓലം വാദാമുല്ലോലം ഒൽമീനമീ ഒരുപോലിങ്ങും മാർ പത്രോസ് മാർ യൂഹാനോൻ മാർ യാക്കോബ് ശ്ലീഹാന്റെ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തൗമൻ കാലുസ്കുറിയേലായിസു പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർ ഗ്രിഗോറിയോ പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം പാറയ്ക്കുമോ നിന്നെ വരീശൊരു താതന്നും മോർദിവന്നാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാഹിന്മേലൈനു ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും വിഷയമാബോറോ കാദിശോദാലോകോ ശാരീറോ നമ്മുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി ഈ സമയത്ത് അല്പസമയം നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നതാണ്. പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനി ഈ സ്ഥാപനത്തിൻ്റെ വിസിറ്റർ ബിഷപ്പായിരിക്കുന്ന ക്ലീമീസ് തിരുമേനി ഉൾപ്പെടെയുള്ള സഹോദര പിതാക്കന്മാരെ, റമ്പാച്ചന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുകയാണ്. നമ്മുടെ കർത്താവ് കുരിശാരോഹണത്തിന് മുമ്പായി തൻ്റെ മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്ന ആ അസുലഭ മുഹൂർത്തം പത്രോസും യാക്കോബും യോഹന്നാനും വളരെ സന്തോഷത്തോടെ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞ ആ ദിവ്യമായ സംഭവം ഓർക്കുന്ന ദിവസമാണ് ഇത്. നമ്മളായിരുന്നുവെങ്കിൽ ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഏലിയാവിനും, അവസാനത്തെ ഞങ്ങൾ 3 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നായിരിക്കും പറയുന്നത്. എന്നാൽ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് വിസ്മരിച്ചുകൊണ്ട് ആ ദിവ്യപ്രഭയിൽ
മുഴുകിയിരിക്കുവാൻ സാധ്യമാകത്തക്കവണ്ണം അപ്പോസ്തലന്മാരെ ഏറ്റവും സന്തോഷിപ്പിച്ച ആ പർവ്വത അഗ്രത്തിൽ നടന്ന ആ മറുരൂപം ഇന്ന് ഇവിടെ സംഭവിക്കുകയാണ്. മലങ്കര സഭയെയും അതുപോലെ പ്രകാശിപ്പിച്ച പരിശുദ്ധനും പുണ്യവാനുമായ അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ 51ാം ഓർമ്മ പെരുന്നാളാണ്. അദ്ദേഹത്തെ അടുത്തറിഞ്ഞവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായ പലരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടില്ലാത്ത ഞങ്ങൾ എന്തെങ്കിലും പറയുന്നത് എവിടെങ്കിലും വായിച്ചിട്ടുള്ള അറിവ് മാത്രമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത വിധത്തിലുള്ള സമഗ്രമായ സംഭാവന നൽകി ഈ ലോകം വിട്ട് കടന്നുപോയിട്ടുള്ള ഒരു പുണ്യപിതാവാണ്. അതിനോടൊപ്പം തന്നെ ഈ ആശ്രമത്തിൽ ഖബറടങ്ങിയിരിക്കുന്ന യൂഹാനോൻ മാർ അത്താനാസിയോസ് തിരുമേനിയുടെയും പൗലോസ് മാർ പക്കൂമിയോസ് തിരുമേനിയുടെ ഓർമ്മ ഇന്ന് കൊണ്ടാടുകയാണ്. എന്നാലും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായിരിക്കുന്ന തേവോദോസിയോസ് തിരുമേനിയുടെ സ്മരണ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ 4 മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒന്ന് ഓർക്കുവാനായിട്ടാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത്, എക്യുമെനിക്കൽ രംഗങ്ങളിൽ മലങ്കര സഭയുടെ ആദ്യത്തെ പ്രവേശനം ഈ പുണ്യപിതാവിൻ്റെ ശ്രമഫലമാണ്. കൽക്കട്ടയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ മെർഫീൽഡിലുമുള്ള പരിശീലനം, സ്കോട്ടിഷ് മിഷനുമായിട്ടുള്ള അടുപ്പം മലങ്കര സഭയെ ഈ ചെറിയ ഭ്രമണപഥത്തിൽ നിന്ന് കുറച്ചുകൂടെ വിശാലമായ ഒരു ലോകത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 1948 ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷനും അതുപോലെ തന്നെ ലൈഫ് ആൻഡ് വർക്ക് മിഷനും അതുപോലെയുള്ള പ്രസിദ്ധമായ മീറ്റിങ്ങുകളെല്ലാം തന്നെ സജീവമായി പങ്കെടുത്ത് മലങ്കര സഭയുടെ അസ്തിത്വം അവിടെ വെളിപ്പെടുത്തുവാൻ, ഈ കൊച്ചു സഭയെക്കുറിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയും പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും ഒക്കെ അതിനെ കൂടുതൽ പ്രകാശിതമാക്കിയെങ്കിലും അതിൻ്റെ ആരംഭത്തിൽ മലങ്കര സഭയ്ക്ക് ഒരു എൻട്രി ഉണ്ടാക്കിയത് ഈ പുണ്യപിതാവിൻ്റെ ശ്രമഫലമാണ്. അന്ന് അവിടെ വെച്ച് നടന്ന, ഇംഗ്ലണ്ടിൽ നടന്ന ആ സമ്മേളനത്തിൽ മലങ്കര സഭയിൽ നിന്ന് സ്വതവേ വിദേശയാത്രയ്ക്ക് വലിയ കമ്പമില്ലാത്ത കല്ലാശ്ശേരി ബാവായും ഉൾപ്പെടെയുള്ള ഒരു നല്ല സംഘത്തെ അയക്കുകയും അന്നവിടെ നടന്ന മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ സഭാപിതാവായി മാറത്തക്കവണ്ണം അതിനുശേഷം യുഗോസ്ലാവിയയിലും പോയി ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളുമായിട്ടും ഒക്കെ ബന്ധം സ്ഥാപിക്കുവാൻ ആ സന്ദർശനം മുഖാന്തരമാണ്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം WCC രൂപീകരിച്ചപ്പോൾ അതിന്റെ സെൻട്രൽ കമ്മിറ്റിയിൽ അംഗമായിരിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ എക്യുമെനിക്കൽ രംഗങ്ങളിൽ മലങ്കര സഭയെ ഉയർത്തി മലങ്കര സഭയ്ക്ക് തനതായ ഒരു അസ്തിത്വം വെളിപ്പെടുത്തുവാൻ ലോകരുടെ മുമ്പിൽ ഈ സഭയുടെ സാന്നിധ്യം അറിയിക്കുവാൻ ആ പുണ്യപിതാവിന് സാധിച്ചു. രണ്ടാമതായി അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകൾ മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ്. 1940-കളിൽ ഇവാനിയോസിന്റെ സഭ ഉപേക്ഷിച്ച് മറ്റൊരു വിഭാഗത്തിലേക്ക് പോയതിനു ശേഷം വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ മലങ്കര സഭയിൽ അന്ന് നിന്നിരുന്ന 5 മേൽപ്പെട്ടക്കാരായിരുന്നു. ബുദ്ധിമാനും അതുപോലെ തന്നെ പണ്ഡിതനുമായ ഔവ്യന്മാർ തിമോത്തിയോസ്, ഭക്തനും അതുപോലെ തന്നെ ശ്രേഷ്ഠനുമായ പാമ്പാടിമാർ ഗ്രിഗോറിയോസ് തിരുമേനി, അതുപോലെ തന്നെ വാഗ്ധോരണി കൊണ്ട് അനേകരെ ആകർഷിച്ച
പുത്തങ്കാവിൽമാർ ഫീലക്സിനോസ് തിരുമേനി സംഘടനാ പാടവം കൊണ്ടും അതുപോലെ തന്നെ ദീർഘവീക്ഷണം കൊണ്ടും വലിയ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത തോമാമാർ ദീവന്നാസിയോസ് തിരുമേനി, അതുപോലെ തന്നെ അലക്സിയോസ് മാർ ഔസേബ്യോസ് തിരുമേനി. ഈ 5 പിതാക്കന്മാരും ഓരോ പ്രസ്ഥാനങ്ങളായിരുന്നു, സന്യാസി പിതാക്കന്മാരായിരുന്നു. മലങ്കര സഭയിലെ കാറ്റും കോളും കൊണ്ട് കലുഷിതമായ അന്തരീക്ഷത്തിൽ കല്ലാശ്ശേരി ബാവായിക്ക് സഹായമായി താങ്ങും തണലുമായി നിന്നുകൊണ്ട് മലങ്കര സഭയെ മുഴുവൻ പ്രകാശിതമാക്കുവാനായിട്ട് ഈ പിതാക്കന്മാർക്ക് സാധിച്ചു. അതിൽ അലക്സിയോസ് മാർ ഔസേബ്യോസ് തിരുമേനിയുടെ ധീരമായ നടപടികൾ, കൺവിക്ഷൻ എന്നുള്ളത് ആലുവ വട്ടമേശ സമ്മേളനത്തിലും അതുപോലെ തന്നെ ചിങ്ങവനം സമ്മേളനത്തിലും ഒരുപക്ഷെ മലങ്കര സഭ എന്നും അപമാനിതരാകാൻ തക്കവണ്ണം വേണ്ടതായ സാഹചര്യങ്ങളിലേക്ക് വഴുതി വീഴുവാൻ അവസരമുണ്ടായപ്പോൾ ധീരമായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് I don't want like to go into the history as a bishop who betrayed the freedom and integrity of the church. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ പഴയ ചാണ്ടിയായി ഒരു പട്ടിയെപ്പോലെ മരിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് കേടും ഹാനിയും സംഭവിക്കുന്ന ഒന്നും സംഭവിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ ആ യുവാക്കന്മാരുടെ ഇടയിൽ നിന്ന് ധീരനായി അദ്ദേഹം ഇറങ്ങിപ്പോയത് എന്ന് ഓർക്കുന്നു. അന്ന് ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞു. WCCയുടെ പ്രസിഡന്റായിരുന്ന മിസ്റ്റർ അന്ന് കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹവും ശാസിച്ചു, സഭയിൽ ഒരു സമാധാനം ഉണ്ടാകുന്നതിന് ഇതുപോലെയുള്ള കടുപ്പിടുത്തമാകണം. അദ്ദേഹത്തെയും ചെന്ന് കണ്ടു പറഞ്ഞു, സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിന്റെ സ്വാതന്ത്ര്യമാണ്. ഓട്ടോസെഫാലസ് എന്നുള്ള വാക്ക് അന്ന് സഭാന്തരീക്ഷത്തിൽ പ്രചരിപ്പിച്ചത് ഈ പുണ്യപിതാവാണ്. അദ്ദേഹത്തിന്റെ വളരെ ശാന്തനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ, വട്ടശ്ശേരി തിരുമേനി പറയുന്നത് പോലെ ദിസ് ഈസ് മൈ കൺവിക്ഷൻ, അതിനുവേണ്ടി മരണം വരെ നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മൂന്നാമതായി അദ്ദേഹത്തിന്റെ സംഭാവന സന്യാസി പ്രസ്ഥാനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനമാണ്. കൽക്കട്ട സറാംപൂർ കോളേജിൽ പ്രൊഫസറായിരുന്ന മാവേലിക്കര പണിക്കർ വീട്ടിൽ ആദ്യത്തെ മലങ്കരയിലെ ആദ്യത്തെ MA കാരനായ ഗീവർഗീസ് പണിക്കരും അച്ഛനും, അതുപോലെ തന്നെ നിരണം അട്ടക്കിൽ MM അലക്സാണ്ടർ ഷെമാസിനും കൂടെ ചേർന്ന് ഈ മുണ്ടൻമലയുടെ മുകളിൽ ഒരു കുടില് കെട്ടി താമസിച്ച് ഭിക്ഷ മാത്രം ആശ്രയിച്ച് മറ്റുള്ളവരുടെ സഹായത്തിൽ ഒരു വലിയ സന്യാസ പ്രസ്ഥാനം ആരംഭിച്ചത് അന്ന് മലങ്കര സഭ മുഴുവനും വളരെ കൗതുകത്തോടുകൂടെ നോക്കുകയാണ്. ഉന്നത കുടുംബ കുലീനരായ 2 പേര്, നല്ല വിദ്യാഭ്യാസമുള്ള 2 പേര് ഈ കുന്നിന്റെ മുകളിൽ വളരെ ചുരുക്കം അനുയായികളുമായി ആരംഭിച്ച ആ ഒരു പ്രസ്ഥാനം മലങ്കര സഭയുടെ ഒരു പവർ ഹൗസായി പിന്നെ മാറി. മലങ്കര സഭ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കത്തക്കവണ്ണം ഈ ബദനി പ്രസ്ഥാനത്തെ സ്നേഹിച്ചു. അനേകം യുവാക്കന്മാരെ ഇതിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിച്ചു. മലങ്കര സഭയുടെ അന്നത്തെ വിധത്തിലുള്ള വലിയൊരു ആവശ്യമായിരുന്നു. ബാഹ്യ കേരള ഭദ്രാസനം, മലയ, സിംഗപ്പൂർ, അതുപോലെ തന്നെ കുവൈറ്റ്, ബോംബെ, ഡൽഹി, കൽക്കട്ട മുതലുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ മലങ്കര സഭയുടെ കൊമ്പ് ഉയർത്തുന്നതിന് ഈ പിതാവ് മുൻകൈയെടുത്തത് ഇതുപോലെയുള്ള സന്യാസ പ്രസ്ഥാനത്തിന്റെ വലിയൊരു ബാക്കിങ്ങിലൂടെയാണ്. ഇന്ന് പല ഭദ്രാസനങ്ങളായി നിന്ന് നിലനിൽക്കുന്ന ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശം അദ്ദേഹത്തിന്റെ ശ്രമഫലമായി രൂപപ്പെട്ടിട്ടുള്ള ഇടവുകളിൽ നിന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഭാവനയാണ്. നാലാമതായി അദ്ദേഹത്തെ ഓർക്കുമ്പോഴേ യുവാക്കളോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമാണ്. വളരെ വാർദ്ധക്യത്തിൽ പോലും ഇന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ കൂടുന്ന എല്ലാ സ്ഥലത്തും ഈ പിതാവിന്റെ വലിയ ധ്യാനപ്രസംഗങ്ങൾ അത് സഭാവ്യത്യാസമില്ലാതെ അനേകരെ ആകർഷിച്ചിരുന്ന ഒന്നാണ്. ചെറുപ്പക്കാരെ ആകർഷിക്കുവാനുള്ള ഒരു വലിയൊരു കാന്തിക ശക്തി ഉണ്ടായിരുന്നു. അനേകം ആളുകളെ സഭാ ശുശ്രൂഷയിലേക്ക്
പിടിച്ചുകൊണ്ടുവരത്തക്കവണ്ണം നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞതുപോലെ അനേകം ആളുകളെ പിടിച്ചുകൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. യുവാക്കളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിച്ചു. കക്ഷാനുവാഴ്ചയിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ മലങ്കരയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ചെറുപ്പക്കാര്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരാഴ്ച സംബന്ധിക്കുന്ന വലിയ സംഭവം ഉണ്ടായി. കോട്ടയം ചെറിയ പള്ളി ഇടവകാംഗമായിരുന്ന ഫുട്ബോളിൽ കമ്പമുള്ള CV മാണിയും, അതുപോലെ തന്നെ കുറിച്ചി നെയ്ശ്ശേരിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന എബ്രഹാം ജോർജും ഒക്കെ ഈ പുണ്യപിതാവിന്റെ ആകർഷണ വലയത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നവരാണ്. അവർ രണ്ടുപേരുമാണ് പിൽക്കാലത്ത് യൂഹാനന്മാർ അത്താനോസിയോസ്, പൗലോസ്മാർ പക്കൂമിയോസ് എന്ന പേരിൽ മലങ്കര സഭയിൽ ശുശ്രൂഷിക്കുവാനും സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ച് ഇപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ മലങ്കര സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകി ചെറുപ്പക്കാരെ ആകർഷിച്ചു. ഇപ്പോഴിരിക്കുന്ന പാത്രിക്കീസിന് മുമ്പുണ്ടായിരുന്ന സഖാപ്രഥമൻ 48-ാമത്തെ വയസ്സിൽ പാത്രിക്കീസ് ആയപ്പോൾ അദ്ദേഹം ചെയ്തത്, അന്ന് സിറിയൻ സഭയിലുള്ള എല്ലാ മൊണാസ്ട്രികളും പുനരുദ്ധരിച്ചു. 100 കണക്കിന് ചെറുപ്പക്കാരെ സന്യാസ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിച്ച് സഭയുടെ അടിസ്ഥാനം ഉറപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോഴേ സിറിയയിൽ നടക്കുന്ന വലിയ കലാപങ്ങളിൽ ഒക്കെ വലിയ പരിക്ക് പറ്റാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ആ സഭ നിൽക്കുന്നത് ഈ സന്യാസ പ്രസ്ഥാനത്തിന്റെ നവീകരണം കൊണ്ടാണ്, ശക്തീകരണം കൊണ്ടാണ്. അതുകൊണ്ട് ആ പുണ്യപിതാവിന്റെ പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ ബഥനി പ്രസ്ഥാനത്തിന് പണ്ടുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും അനേകം ആളുകളെ ആകർഷിക്കുവാനും അങ്ങനെ സഭയ്ക്കൊരു നവജീവൻ ലഭിക്കുവാനും ഇടയാണ്. ഈ മുണ്ടൻമലയിൽ ഇരിക്കുമ്പോൾ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു സൗരഭ്യം ഇവിടെ നിന്ന് പകരും. ഈ അടുത്ത സമയത്ത് ഇലസ്ട്രേറ്റഡ് വീക്കിൽ വായിച്ച ഒരു കഥ, എലിസബത്ത് സ്മിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ജീവചരിത്രം അവർ എഴുതിയിരിക്കുകയാണ്. അവര് 3 മക്കളുള്ള ഒരു പിതാവ്. ആ പിതാവിന്റെ വാർദ്ധക്യ സമയത്ത് മക്കളെ 3 പേരെയും വിളിച്ച് അവരോട് പറഞ്ഞു, മക്കളെ, ഞാൻ വളരെ സത്യസന്ധനായി ജീവിച്ചിരുന്നു. യു ഷുഡ് കണ്ടിന്യൂ ദിസ് ലെഗസി ഇൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. മൂത്ത 2 പേരും ആൺപിള്ളേരായിരുന്നു, പ്രായമുള്ളവരായിരുന്നു. അവരൊന്നും പറഞ്ഞില്ല. ഇളയ മകൾ എലിസബത്ത് സ്മിത്ത് അപ്പനോട് ചോദിച്ചു, അപ്പാ, വി ആർ സ്റ്റേയിങ് ഇൻ എ റെന്റഡ് ഹൗസ്. നമുക്ക് സ്വന്തമായ ഒരു വീടില്ല, കടമാണ് ബാക്കിയുള്ളത്. എങ്ങനെ നിന്റെ മാതൃക ഞങ്ങൾ പിൻപറ്റും? അധികം താമസിക്കാതെ ആ പിതാവ് ഈ ലോകം കടന്നുപോയി. കുറെ നാളുകൾക്ക് ശേഷം ഈ എലിസബത്ത് സ്മിത്ത് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിനായിട്ട് പോയി. ഇന്നത്തെ കാലത്ത് ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ആളുകളെ എടുക്കുമായിരുന്നു. പക്ഷെ ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പോഴ് അവരെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ ചോദിച്ചു, അവരുടെ പേരെന്താണെന്ന് ചോദിച്ചു. എലിസബത്ത് സ്മിത്ത്. അപ്പോഴാ ഇന്റർവ്യൂ നടത്തിയ ആൾ ചോദിച്ചു, വിച്ച് സ്മിത്ത്? അപ്പോഴവള് പറഞ്ഞു, ഐ ആം ഡോട്ടർ ഓഫ് ടോം സ്മിത്ത്. അപ്പോഴദ്ദേഹം ചോദിക്കുകയാണ്, യു ആർ ദ ഡോട്ടർ ഓഫ് ടോം സ്മിത്ത്. ഹി ഈസ് ദ വൺ ഹു ഇൻട്രൊഡ്യൂസ് മീ ഇൻ ടു ദിസ് ബിഗ് ഫാം. ഈ വലിയ സ്ഥാപനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്നും എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എനിക്കൊരു സഹായം ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഇന്റർവ്യൂ ബോർഡിലോട് പറഞ്ഞു, ഈ സ്ത്രീയെ എടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ അവൾ പഠിത്ത പടിപടിയായി ഉയർന്ന് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തി. അന്ന് നൽകിയ സ്വീകരണത്തിൽ അവളോട് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് ഈ സ്ഥാപനത്തിന്റെ ഉയരത്തിലേക്ക് വരുവാൻ എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ അവൾ വലിയ വായി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫൗണ്ടേഷൻ ലേഡ് ബൈ മൈ ഫാദർ. ഞങ്ങൾ കണ്ടപ്പോൾ ദൃഷ്ടിയിലൊന്നും കാണാനില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അടിസ്ഥാനം, ഈ വലിയ നഷ്ടപ്പെട്ടു പോകാത്ത വലിയ ഒരു ഉപനിധി ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം ജീവനോടിരുന്നപ്പോൾ അതിന് പ്രത്യുപകാരം ചെയ്യുവാനും ആദരിക്കുവാനും എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ്
ഒരു വലിയ വായിൽ കരയുന്നത് ആ ലേഖനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തിരുമേനിമാരൊക്കെ വലിയൊരു ലെഗസി നമുക്ക് തന്നിട്ടാണ് പോകുന്നത്. അവരുടെ വലിയൊരു പാരമ്പര്യം, അവരുടെ ആവശ്യത്തിൽ, അവരുടെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മലങ്കര സഭ മുഴുവനെയും പ്രകാശിപ്പിക്കുവാനും അതൊറ്റയ്ക്കല്ല അനേകം ആളുകളെ ആകർഷിച്ച് ഈ മുണ്ടൻമലയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ അധ്വാനിച്ച ഒരു പിതാവ്. ഇന്ന് അദ്ദേഹത്തിന്റെ 51ാം ഓർമ്മ പെരുന്നാളാണ്. അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഈ മലങ്കര സഭയ്ക്ക് അനേകം ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. അച്ഛനാകാൻ ഒരുപാട് പേര് ഓടി വരുന്നു. സഭാ ശുശ്രൂഷയിൽ, സന്യാസി ജീവിതത്തിൽ സിസ്റ്റേഴ്സ് ആകുവാൻ, അതുപോലെയുള്ള രംഗത്ത് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഒരു പുതിയ മുഖം മലങ്കര സഭയ്ക്ക് നൽകുവാൻ ഈ സഭയ്ക്ക്, ഈ സ്ഥാപനത്തിന് സാധിക്കും. ഇതിന്റെ നിറം മങ്ങാതെ, ഇതിന്റെ പഴയ പ്രൗഢിയിൽ ഇതിനെ നിലനിർത്തുവാൻ ഇവിടെ നിന്ന് അനേകം ആളുകൾക്ക് ആവേശവും സമാധാനവും പ്രത്യാശയും നൽകത്തക്കവണ്ണമുള്ള സഭയുടെ ഒരു വലിയ പവർ ഹൗസായി, പ്രാർത്ഥനാ നിലയമായി ഇത് രൂപപ്പെടുവാൻ ആ പുണ്യപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ പാതയിലൂടെ സഞ്ചരിച്ച് മലങ്കര സഭയ്ക്ക് ഒരു നല്ല അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യത്തോടുകൂടി കൺവെൻഷന് വേണ്ടി നിലകൊള്ളുകയും അതേ അവസരത്തിൽ ശാന്തമായി എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ജീവിച്ച്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച പുണ്യപിതാവിന്റെ സ്മരണ നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് തുണയാകട്ടെ. അവർ കാട്ടിത്തന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിപ്പാൻ തക്കവണ്ണം നമുക്ക് പുനരായി സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപ സമൃദ്ധിയായി നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കുന്നിതുവരിൽ പൂച്ചെടി പോലെ പറക്കുമോ. ശരണക്കാലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസൻ ജീവാസുരമേ ധ്യാനത്തിനായി സൗമൻകാലത്തിൽ നിന്ന് ജീവൻ മുതല ഏവർക്കും നൽകുന്നു. ഖബറുകളിൽ നിന്ന് അവരവരോടെഴുന്നേറ്റു നിന്നെ സ്തുതി ചെയ്തിടുന്നു. പറക്കോ എന്റെ ശരീരം പക്ഷേ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിന്റെ മഹത്വം മുറിയോറായേന്മേലൈനുവാതാരേ. കർത്താവേ, കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരീശോരും കൈക്കൊണ്ടീടേ. രക്ഷകനരചയിത എന്നേരങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. കൽപ്പന കാക്കുന്നോൻ എൻ സ്നേഹിതനല്ലോ. ഗോത്രം ഭക്ഷണമാം അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ അവരെ കൊള്ള
പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെടാനും സ്തുതിക്കപ്പെടാനുമാകുന്നു. മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നുള്ള ഞങ്ങളെ വേർപ്പനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത്ത് കൈ നീട്ടി ഞങ്ങളുടെ കർത്താവും ഇന്ന് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകിയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുക എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും നിന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവേ ഉന്നതിയും മഹിമമോടെ സഹതേ മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ വെട്ടിച്ചു വന്നതായ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്നതായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ രക്തവും ഞങ്ങളുടെ രക്ഷയ്ക്കോ പരിഹാരത്തിനുമായി തീരരുത്. എന്നാലോ ഞങ്ങളുടെ ജീവനരക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോന്നൽ ശരണം നീ പ്രദർത്തനുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമേ, സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വാകളെ നിന്റെ ഏകപുത്രന്റെ ശരീരരത്നങ്ങളാകുന്ന ഈ ദിവ്യാദാനത്തിനെ അർഹങ്ങളാക്കി തീർത്താം നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മിശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ലവൽമീ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയാം. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപദയകിനർ കോറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. ദാവീദിൻ മൊഴി പോൽ സ്തുതി പാടുക ഗിരിതാപോറേ. മഹിത രഹസ്യാലോചന നിന്മേലിന്നുളവായി. യേശു മഹീപതി സൂചിപ്പിച്ചാൻ ദൈവിക രാജ്യം. മൂശാനിവിയോടേലിയായും ചേർന്ന സദസ്സിൽ
ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യർ സഭയെ സേവിച്ച ജപാലകരായുലകം വിട്ടോർ മോർത്തേവോദോസ്യോസ് മൊറത്താനാസ്യോസ് മൊർപക്കോമിയോസ് ഓർക്കണമേ നിൻ വാനവബലിയിൽ. കാഴ്ചയതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ല മാരെ ചോർപുണ്യപ്പേ ഈറേരാ നന്ദിക്കേണം. ശ്ലോമാഹായികാഭിപാന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപരിഹാരമുണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോവുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ യവനശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാട് കൂസ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബൽഗീനും മഹാഭാവ്യമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കന്നെ കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാട്ടെ.